ഇന്നിതാ മുട്ട വെച്ചിട്ട് നോർമൽ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള കുറച്ചൊന്ന് രണ്ട് ചേരുവകളും കൂടി ചേർത്തിട്ടുള്ള ഒരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മുട്ട മസാല എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള ഒരളവാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് 2 മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് പച്ചമുളകിൻ്റെ ഒരു എരിവാണ് നമുക്ക് വരുന്നത്. മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്നൊരു സോഫ്റ്റായി വരട്ടെ, ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അത് സവാള ചേർത്ത് കഴിഞ്ഞ് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്ത് നമുക്കതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ആ എണ്ണയിൽ കിടന്നൊന്ന് മൊരിയട്ടെ, ഒന്ന് സോഫ്റ്റായി വരട്ടെ. ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, അതും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു തക്കാളി തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. അവിടെ പീസസ് കിടക്കുന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ടൊന്ന് മാഷായി വരട്ടെ. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ സവാളയിലേക്ക് വേണ്ടി ഒരു നുള്ളുപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അത് കുത്തി ഇളക്കി അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഉപ്പ് ഈ ടൈമിൽ നോക്കുക. എന്നിട്ട് ആ മസാലയ്ക്ക് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 4 കോഴിമുട്ടയും സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. കോഴിമുട്ട ഒന്നിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ചേർക്കണ്ട. 4 സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിലേക്ക് വെവ്വേറെ പൊട്ടിച്ചൊഴിക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കൊന്നും വേണ്ട. ഇനി മെല്ലെ നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് അതൊന്ന് 4 ഭാഗത്തേക്കൊന്ന് ആക്കാം. കുറച്ചും കൂടി പരന്ന പാനാണെങ്കിൽ 4 സൈഡിലോട്ട് പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് മറിച്ചിടാനായിട്ട് നോക്കാം. ചെറിയ പോർഷനായിട്ട് അങ്ങനെ മറിച്ചിടാം കേട്ടോ. അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ ഇപ്പോൾ തീരെ പൊടിയായിട്ട് അത് കുത്തിയിളക്കി അങ്ങനെ ഒരു എഗ് ബുർജി പോലെ അങ്ങനെയൊന്നും ആക്കിയെടുക്കണ്ട. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ചൂട് ചോറ് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു കിടിലൻ എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കുറച്ചായിട്ട് അതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, അപ്പം നമുക്കിങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇനി ഇതൊക്കെ മെല്ലെ നമുക്കിതൊന്ന് ഓരോ പോർഷനായിട്ട് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് വേവുന്നത് വരെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കുരുമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തതല്ലേ എല്ലാ ഭാഗത്തേക്കും ഇത് എത്താൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ.
അപ്പോൾ അതാ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. നല്ല ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.